നമസ്കാരം. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് 2026 ജൂൺ 2-ാം തീയതി വേഴഗ്രഹം മിഥുനം രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. മിഥുന രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് വരുന്ന വേഴം, ഇപ്പം നമ്മൾ ഇന്ന് പറയുന്നത് കന്നി രാശിക്കാർക്ക് വേഴത്തിൻ്റെ 2026 ജൂൺ 2-ലെ മാറ്റം, ഉച്ചസ്ഥനായിട്ടുള്ള വേഴത്തിൻ്റെ മാറ്റം എങ്ങനെയാണ് കന്നി രാശിക്കാർക്ക്, ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണഫലങ്ങളാണ് നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. വേഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് സംക്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കന്യരാശിയുടെ 11-ാം ഭാവത്തിലേക്കാണ് വേഴം നോക്കുന്നത്. 11 എന്ന് പറയുന്നത് ലാഭസ്ഥാനമാണ്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ കഷ്ടപ്പാടുകൾക്കും അറുതി വരുന്ന ഭാഗ്യത്തിൻ്റെ ഒരു ഉദയം തന്നെയാണ് കന്നിരാശിയിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വേഴത്തിൻ്റെ ഈ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. കാര്യങ്ങൾക്കെല്ലാം പ്രതിഫലം ലഭിക്കുന്ന, ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. നിങ്ങളുടെ നക്ഷത്രങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതാണ്. കന്നിരാശിക്കാർക്ക് 2026 ജൂൺ 2-ലെ വേഴത്തിൻ്റെ മാറ്റം എന്തൊക്കെയാണ് നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ 11-ലെ വേഴം വരുമ്പോൾ ധനയോഗം ശക്തമാകും എന്നുള്ളതാണ്. ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന വേഴഗ്രഹം കന്നിരാശിയുടെ 11-ാം ഭാവത്തിലേക്ക് വരിക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ ദോഷങ്ങളും മാറി, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി, സമൂഹത്തിൽ ഉന്നത പദവികൾ വരെ അലങ്കരിക്കാൻ പറ്റുന്ന തരത്തിലേക്കാണ് വേഴത്തിൻ്റെ ഈ മാറ്റം കന്നിരാശിയിൽപ്പെട്ട ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദൈവാനുഗ്രഹം കൂടി നിൽക്കുന്ന, എല്ലാ സൗഭാഗ്യങ്ങളും വന്നു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം ധനയോഗം എന്ന് പറയുന്നത് അതിശക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു വർഷമാണ്. നിങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള അവസരങ്ങൾ കൂടുതലാണ്. ഒന്നിലധികം മാർഗങ്ങളിലൂടെ വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കഠിന അധ്വാനത്തിന് കൃത്യമായ ലാഭം ലഭിക്കുന്നതിനാൽ കടബാധ്യതകളൊക്കെ തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഒരു അറുതി വരുന്ന ഒരു കാലഘട്ടമാണ് ഈ 2026 ജൂൺ 2-ലെ ഈ വേഴമാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. കഠിനാധ്വാനത്തിന് ഇതുവരെ അർഹതപ്പെട്ട പ്രതിഫലം ലഭിക്കാതിരുന്നവർക്ക് ഈ വേഴമാറ്റ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അർഹിക്കുന്ന പ്രതിഫലം വളരെയധികം കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ്. അതുമാത്രമല്ല, നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭമൊക്കെ കൊയ്യാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ വേഴമാറ്റം. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യത്തിനുള്ള ഒരു കാലഘട്ടമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ പങ്കാളിയെ ലഭിക്കുന്ന ഒരു വർഷമാണ്. പിണങ്ങി നിന്ന ബന്ധുക്കളൊക്കെ തിരിച്ചു വന്ന് നിങ്ങളുമായിട്ട് വലിയ സൗഹൃദത്തിൽ, സ്നേഹബന്ധത്തിൽ പോകുന്ന ഒരു വർഷമാണ്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഉണ്ടായിരുന്ന എല്ലാ ആശങ്കകളും മാറി നിങ്ങളും അവരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിവാഹ ജീവിതവും വിദ്യാഭ്യാസ കാലഘട്ടവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം നിങ്ങൾക്ക് മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ, അവരുടെ സന്തോഷങ്ങൾക്ക് നിങ്ങൾക്ക് പങ്കാളിയാകാനൊക്കെ കഴിയുന്ന ഒരു വേഴമാറ്റമാണ്. വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പറയുവാണെങ്കിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കൊക്കെ ഈ മാറ്റം വലിയ അനുഗ്രഹമാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 11-ലെ വേഴം ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ സാധിക്കും. മത്സര പരീക്ഷകളിലൊക്കെ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടുപോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിലൊക്കെ എത്താനൊക്കെ സാധ്യത കൂടുതലുള്ള ഒരു വർഷമാണ് ഈ 2026 ജൂൺ 2-ന്റെ വേഴമാറ്റം. മറ്റൊന്ന്, വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്ന കന്നിരാശിക്കാർക്ക് വിസ നടപടികളൊക്കെ വേഗത്തിലാവുകയും നിങ്ങൾക്ക് യഥേഷ്ടം അവിടെ പോയി പഠിക്കുവാനോ ജോലി ചെയ്യുവാനോ ഒക്കെ പറ്റുന്ന ഒരു സമയമാണ്. നല്ല കോഴ്സുകൾ എടുത്ത് നല്ല രീതിയിൽ വിദേശ വിദ്യാഭ്യാസം
വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്ന സമയം കൂടിയാണ്. എഞ്ചിനീയറിംഗ് IT മേഖലയിലൊക്കെ പഠിക്കുന്നവർക്ക് പ്രായോഗിക പരിശീലനത്തിന് മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമാണ്. കന്നിക്കൂറിൽപ്പെട്ട പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വർഷമാണ്. നിങ്ങളുടെ പരിശ്രമം അത് നമുക്ക് വേണമല്ലോ, താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് നേടിയെടുക്കാനുള്ള ഒരു അഭിവാച്യ, ഒരു ദൃഢനിശ്ചയം ഉണ്ടായാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. ദൈവാനുഗ്രഹമുള്ള സമയമാണ്. ജീവിതത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങളുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ വേഴമാറ്റം. വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. നിങ്ങൾക്ക് പഴയ വാഹനങ്ങളൊക്കെ മാറ്റി പുതിയത് വാങ്ങാൻ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ വാഹനങ്ങൾ വഴി ലാഭം കൊയ്യുന്ന ബിസിനസ്സുകാർക്ക്, ട്രാവൽ ഏജൻസി നടത്തുന്നവർക്ക്, അതുപോലെ തന്നെ അനുബന്ധ സാധനങ്ങൾ വിൽക്കുന്നവർക്ക്, വാഹന കച്ചവടം നടക്കുന്നവർക്കൊക്കെ മികച്ച വരുമാനങ്ങൾ നേടാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. കാരണം 12 വർഷത്തിലൊരിക്കലാണ് ഒരു വേഴവട്ടക്കാലം എന്ന് പറയുന്നത്. 12 വർഷത്തിലൊരിക്കലാണ് വേഴം 11ാം ഭാവത്തിൽ വരുന്നത്. അത് കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഫലങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. വാഹനം ഓടിക്കുമ്പോൾ മിതത്വം പാലിക്കുന്നത് നല്ലതാണ്. എങ്കിലും വലിയ അപകടങ്ങൾ വേഴബലം മൂലം ഒഴിവായി പോകുന്ന അവസരങ്ങളും ഉണ്ട്. അപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി നമ്മൾ നോക്കണം. മറ്റ് ഗ്രഹങ്ങൾ ഒക്കെ നമുക്ക് അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദശാസന്ധി, നിങ്ങളുടെ ജാതക പരിശോധന, നിങ്ങളുടെ ജാതകത്തിലെ കാലഘട്ടവും അനുകൂലമല്ലാത്ത ഗ്രഹങ്ങളാണ് സഞ്ചരിക്കുന്നതെങ്കിലും നമുക്ക് ഈ ദോഷങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അതിനെ ഓവർകം ചെയ്യും. ഈ കന്നിരാശിയിലെ നിങ്ങളുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്ന വേഴൻ, ഉച്ചസ്ഥനായ വേഴൻ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും. വീട് പണി തുടങ്ങാനോ പൂർത്തിയാക്കാനോ ഒക്കെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഇത് ശുഭവാർത്തകളുടെ ഒരു കാലഘട്ടമാണ്. ബാങ്ക് വായ്പകളൊക്കെ എടുത്തിട്ടാണെങ്കിൽ അത് എളുപ്പത്തിൽ അനുവദിച്ചു കിട്ടുന്ന ഒരു സമയമാണ്. ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർക്ക്, വിൽക്കുകയോ വാങ്ങാനൊക്കെ ശ്രമിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ലഭിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ലാഭത്തിലൊക്കെ ഒരു വീട് വാങ്ങാൻ കിട്ടുന്ന ഒരു സമയമാണ്. തറവാട് വീടൊക്കെ പുതുക്കി പണിയാനോ ഭാഗം വയ്ക്കാനോ ഉള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരും. നിങ്ങൾക്ക് കൂടി നല്ലൊരു ഷെയർ കിട്ടുന്ന തരത്തിലൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു വർഷം കൂടിയാണ്. നിങ്ങൾക്ക് ഏറെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഈ വർഷം. പുതിയ ബിസിനസ് സംരംഭങ്ങൾ നിങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സമയമാണ്. IT, ടെക്സ്റ്റൈൽ, ഭക്ഷ്യമേഖല എന്നിവയിലൊക്കെ നിക്ഷേപം നടത്തുന്നത് ഏറെ ഉത്തമമാണ്. പുതിയ കരാറുകൾ ഒപ്പിടാൻ ഈ വർഷം നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടോ സോഷ്യൽ മീഡിയ വഴിയുള്ള സംരംഭങ്ങളോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വലിയ ജനപിന്തുണ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഉത്രമുക്കാല്, അത്തം, ചിത്തിര, അര നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ നിങ്ങളുടെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ നിങ്ങൾക്ക് വലിയ പിന്തുണ ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണിത്. മാനസികമായും ശാരീരികമായും വലിയൊരു ആശ്വാസം ലഭിക്കുന്ന ഒരു വർഷമാണ്. സാധ്യതയുണ്ട്. പക്ഷെ നിലവിൽ നിങ്ങളുടെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയുന്ന ഒരു ശാരീരിക സുഖമൊക്കെ കിട്ടുന്ന ഒരു വർഷം തന്നെയാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഈ വേഴമാറ്റം എന്ന് പറയുന്നത്. അതല്ല, ഇപ്പോൾ ഈ ഗ്രഹമാറ്റം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു ആരോഗ്യസ്ഥിതി നൽകുന്ന ഒരു സമയമാണ്. ഈ സ്ഥിതിയിലും നിങ്ങളുടെ റൊട്ടീനായിട്ടുള്ള ആരോഗ്യ സംരക്ഷണങ്ങൾക്ക് ഒരു കോട്ടവും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ എക്സസൈസൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഉത്രമുക്കാലുകാർക്ക് സാമ്പത്തിക ഉന്നതിയുടെ ഒരു കാലഘട്ടമാണ്. ഉത്രമുക്കാലുകാരെ സംബന്ധിച്ച് വളരെയധികം ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ദീർഘകാലമായി കിട്ടാതിരുന്ന പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ്. അതുപോലെ തന്നെ പാരമ്പര്യമായി കിട്ടേണ്ട സ്വത്തുക്കളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. രാഷ്ട്രീയത്തിലോ സർക്കാർ തലത്തിലോ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കും. സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തികളുടെ സഹായം ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷമാണ്. സർക്കാരുമായും സർക്കാർ തലത്തിലുള്ള ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുമെന്ന് മാത്രമല്ല, സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനൊക്കെയുള്ള ഈ നാളുകാർക്ക്
രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ ചെയ്യുന്നവർക്ക് ഏറെ ഗുണകരമായിട്ടുള്ള ഒരു വർഷമാണ് ഈ വേഴമാറ്റം എന്ന് പറയുന്നത്. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. പഠിക്കാൻ കൂടുതൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. പഴയ ബിസിനസ്സുകളൊക്കെ വിപുലീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ് ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വേഴമാറ്റം എന്ന് പറയുന്നത്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സൗഭാഗ്യങ്ങളുടെ ഒരു കാലമാണ് എന്ന് പറയാം. വീട്, വാഹനം, സ്വന്തമായി വീട് എന്ന സ്വപ്നം ഈ വർഷം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാകുന്ന ഒരു സമയമാണ്. അത് ലക്ഷറി വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ യോഗമുണ്ട്. നിങ്ങളുടെ ജാതകം കൂടി പരിശോധിക്കുക. ദശാകാലങ്ങളും ദശാപകാര കാലങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ഈ ഫലങ്ങൾ യഥേഷ്ടം നിങ്ങളിലേക്ക് വന്നു ചേരും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുടുംബപരമായിട്ടും ഒരു സന്തോഷം നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ്. കാരണം എല്ലാവരുമായിട്ട് സന്തോഷത്തിൽ പോകാനൊക്കെ നിങ്ങൾക്ക് ഈ സമയം സാധിക്കും. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, കുടുംബ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു സമയം തന്നെയാണ്. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള മികച്ച സാഹചര്യങ്ങൾ കൈവരുന്ന ഒരു സമയമാണ്. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള മികച്ച സാഹചര്യങ്ങൾ കൈവരുന്ന ഒരു സമയമാണ്. മുതിർന്ന സഹോദരങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ വലിയ പിന്തുണ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രശസ്തിയും അംഗീകാരവും തേടി വരുന്ന ഒരു കാലഘട്ടമാണ് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ വരുന്നത്. ചിത്തിര അര നക്ഷത്രക്കാരാണ്. ആദ്യത്തെ 2 പാദങ്ങൾ, 1ഉം 2ഉം പാദങ്ങളാണ് കന്നിക്കൂറിലുള്ളത്. അവർക്ക് കർമ്മ വിജയത്തിൻ്റെ ഒരു സമയമാണ് എന്നുള്ളതാണ്. ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ വിജയം നേടുന്ന, അതിലൂടെ ലാഭം കണ്ടെത്തുന്ന ഒരു നക്ഷത്രമാണ് ചിത്തിര അരക്കാർക്ക് വ്യാഴമാറ്റം എന്ന് പറയുന്നത്. ജോലിയിലൊക്കെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വേഴമാറ്റത്തോടെ അതിനുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി നിങ്ങൾക്ക് പോകാനും അവിടെ വിജയിക്കാനൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ്. ജോലിക്കൊക്കെ പോകുന്നവർക്ക് അവർ മികച്ച കമ്പനികളിലൊക്കെ നിങ്ങളുടെ ബയോഡേറ്റയ്ക്ക് അനുസരിച്ചിട്ടുള്ള ജോലികളൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ വിദേശത്തൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. റെക്കോർഡുകളൊക്കെ വളരെ കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തുക. വ്യാജ റിപ്പോർട്ടുകളൊന്നും വയ്ക്കാതെ ശരിയായ റിപ്പോർട്ടുകളൊക്കെ വച്ച് വേണം നിങ്ങൾ പോകാൻ. നിങ്ങൾ സമീപിക്കുന്ന വ്യക്തികളും നിങ്ങൾക്ക് നല്ല രീതിയാണ് എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ മറ്റ് സോഴ്സുകളിൽ നിന്നുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം വിദേശ യാത്രകൾ ചെയ്യാൻ എന്നുള്ളത് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഗ്രഹങ്ങളെല്ലാവരും നല്ല സ്ഥാനത്ത് നിൽക്കുകയും ദൈവാനുഗ്രഹമുള്ള സമയത്ത് നിങ്ങൾക്ക് എല്ലാവരും നല്ല ശുഭകരമായിട്ട് തന്നെ നടക്കും. എങ്കിലും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു ജാഗ്രത കൂടി അതിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ ഭാഗത്തും ഉണ്ടാകണം. ശത്രുക്കളെ നീക്കങ്ങളൊക്കെ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന ഒരു വർഷമാണ് ചിത്തിര അരക്കാരെ സംബന്ധിച്ച് ഈ വർഷം എന്ന് പറയുന്നത്. പുതിയ വാഹനം വാങ്ങാനോ പഴയത് മാറ്റാനോ ഒക്കെയുള്ള ഒരു യോഗം തെളിയുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഏറെ അനുകൂലമായിട്ടായിരിക്കും വരുന്നത്. മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടാനായി ചിത്തിര അരക്കാരായിട്ടുള്ള പഠിതാക്കൾക്ക് നിങ്ങൾക്ക് സാധിക്കും. ഏറ്റവും ഉന്നത പരീക്ഷകളിലൊക്കെ തന്നെ മികച്ച വിജയം കരസ്ഥമാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വർഷം കൂടിയാണ് ഈ വരുന്നത്. എല്ലാം അനുകൂലമാണെന്ന് പറയുമ്പോഴും ചില കാര്യങ്ങൾ, കാരണം മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതികൾ, വേഴത്തിൻ്റെ ഗ്രഹമാണ് വളരെ അനുകൂല ഭാവത്തിൽ നിങ്ങൾക്ക് നിൽക്കുന്നത്. പക്ഷേ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതികൾ കൂടി നമ്മൾ പ്രത്യേകിച്ച് കന്യരാശിക്ക് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഗ്രഹങ്ങളുടെ ഇത് വെച്ചിട്ട് ചെറിയ ചില പ്രശ്നങ്ങളുണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അതും കൂടി നമ്മൾ കറക്റ്റ് ചെയ്യണം. ലാഭം വരുമ്പോൾ അത് അനാവശ്യമായിട്ടൊക്കെ ചിലവാക്കാനൊരു താല്പര്യം നമ്മൾക്കുണ്ടാകും. പക്ഷേ നിക്ഷേപങ്ങളൊക്കെ വിവേകപൂർവ്വം നോക്കിയും കണ്ടും മാത്രമേ നിങ്ങൾ നിക്ഷേപങ്ങളൊക്കെ നടത്താവൂ. നഷ്ടപ്പെട്ടു പോകരുത്. കാരണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതാത് മേഖലകളുടെ വിദഗ്ധരുമായിട്ട് കൂടിയാലോചന നടത്തി നിങ്ങളുടെ സ്ഥിതികൾ കൂടി നിങ്ങൾ മനസ്സിലാക്കി വേണം അത്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ആരോഗ്യം വളരെ അനുകൂലമായിട്ട് ദൈവാനുഗ്രഹമുള്ള ഒരു സമയമാണ്. നിലവിൽ ആരോഗ്യസ്ഥിതികൾ ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല ശാരീരിക മാനസിക ആരോഗ്യം കിട്ടുന്ന ഒരു വർഷം തന്നെയാണ് ഇത്. പക്ഷേ ആഹാര കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ വളർച്ചയിൽ അസൂയ ഉള്ളവർ ഉണ്ടാകാം. ഏറ്റവും കൂടുതൽ ശുഭകാര്യങ്ങൾ നടക്കുന്ന ഒരു മാസമെന്ന് പറയുന്നത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വൃശ്ചികം, കുംഭം, മീനം, ഇടവം മാസങ്ങൾ നിങ്ങളെ സംബന്ധിച്ച്
പ്രത്യേകിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ ഈ മാസങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. പുതിയ പുതിയ ചുവടുവയ്പ്പുകൾ ഏത് മേഖലയിലാണെങ്കിലും, തൊഴിലാണെങ്കിലും, ബിസിനസ് ആണെങ്കിലും, വിദ്യാഭ്യാസം, ഏത് മേഖലയിലേക്കും പുതിയ ഒരു സംരംഭം, പുതിയ ഒരു ജീവിത കാഴ്ചപ്പാടൊക്കെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മാസങ്ങൾ നിങ്ങൾക്ക് ഏറെ അനുകൂലമായിട്ടുള്ളൊരു മാസങ്ങളാണ്. വൃശ്ചികം, കുംഭം, മീനം, ഇടവം മാസങ്ങൾ. ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു മാസം എന്ന് പറയുന്നത് മിഥുനം, കന്നി മാസങ്ങളിലാണ്. സാമ്പത്തിക റിസ്ക് ഒന്നും എടുത്ത് വയ്ക്കരുത്. ഒരുപാട് സാമ്പത്തികം മുടക്കി ലാഭമുണ്ടാക്കാനായിട്ട് ഇറങ്ങി ആ മാസങ്ങളിൽ തിരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു നിയന്ത്രണം, സാമ്പത്തിക കാര്യത്തിലൊക്കെ എപ്പോഴും ഒരു അച്ചടക്കം പാലിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട്. പരിഹാര മാർഗങ്ങളെന്ന് പറയാവുന്നത് വേഴത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ദോഷഫലങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രാർത്ഥനയുമൊക്കെ നിങ്ങളുടെ ദോഷങ്ങൾ കുറയ്ക്കുവാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ വീടുകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും കേൾക്കുന്നതുമൊക്കെ ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് പോകുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമോ തൂവാലയോ കരുതുന്നത് ആ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു വർഷമാണ്. മഞ്ഞ നിറത്തിലുള്ള ധാന്യങ്ങൾ, കടലപ്പരിപ്പ് അങ്ങനെയുള്ളതൊക്കെ ക്ഷേത്രത്തിലോ പാവപ്പെട്ടവർക്കൊക്കെ നൽകുന്നതും കൂടുതൽ ഉചിതമാണ്. അതുപോലെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതും വേഴത്തിൻ്റെ പ്രീതിക്ക് പാത്രമാകാനായിട്ട് സാധിക്കും. കാരണം ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പ്രവൃത്തിയും ദാനധർമാദികളും പ്രാർത്ഥനകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവാനുഗ്രഹം കൂടുതലായിട്ട് ലഭിക്കുന്നത്. ഇതൊരു പൊതുവായിട്ടുള്ള ഒരു ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിലെ ദശാകാലങ്ങളും കൂടി കണക്കിലെടുത്ത് വേണം കൃത്യമായ ഒരു നിഗമനങ്ങളിൽ എത്തിച്ചേരാനുള്ളത്. ഇതൊരു ചാരവശാലായിട്ടുള്ള ഒരു പൊതുഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വേഴമാറ്റം ഒരു ടേണിംഗ് പോയിൻ്റാണ്. നിങ്ങൾക്ക് ജീവിക്കാൻ, രക്ഷപ്പെടാൻ ഒക്കെ കിട്ടുന്ന ഈ ചുരുങ്ങിയ കുറച്ചൊരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്ന സർവ്വവിധ സൗഭാഗ്യങ്ങളോടും കൂടിയിട്ടാണ് നിങ്ങൾക്ക് ജീവിക്കാൻ കിട്ടുന്ന ഒരവസരമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അപ്പോൾ 11ാം ഭാവത്തിലെ വേഴം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രയാസങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ നക്ഷത്രബലവും വേഴത്തിൻ്റെ അനുഗ്രഹവും ഒത്തുചേരുന്ന ഈ വർഷം സർവ്വ ഐശ്വര്യങ്ങളും നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ചെയ്യുന്നത് പ്രാർത്ഥനയിൽ കൂടെ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.